الله أكبر الله أكبر الله أكبر لا إله إلا الله. السلام عليكم ورحمة الله. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا من سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون. ബഹുമാന്യ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ദീൻ മനസ്സിലാക്കാൻ നാം ഈ ഒത്തുചേർന്നത് സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ സ്വർഗാർഹരായ വിശ്വാസികളായി ജീവിക്കുവാനും ഈമാനോടുകൂടെ മരിക്കാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, വിശുദ്ധ റമളാനിൻ്റെ ശേഷം നമ്മുടെ ക്ലാസ് ഇന്ന് ആരംഭിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു റമളാൻ കൂടി നമുക്ക് ലഭിച്ചു. വ്രതാനുഷ്ഠാനവും വിശുദ്ധ ഖുർആൻ പാരായണവും നമസ്കാരങ്ങളും ദാനധർമ്മങ്ങളുമെല്ലാം ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് അടുക്കുവാനുള്ള നല്ല ഒരു സന്ദർഭം ഈ റമളാനിലും നമുക്ക് ലഭിച്ചു. കഠിനമായ ചൂടും ദീർഘമായ പകലും പലപ്പോഴും റമളാൻ വരുന്നതിൻ്റെ മുമ്പ് എങ്ങനെയായിരിക്കും ഈ റമളാൻ പൂർത്തിയാക്കുക എന്ന് ചിന്തിപ്പിച്ചിരുന്നുവെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ റമളാൻ പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കുകയുണ്ടായി. റമളാനിൽ നാം നിർവഹിച്ചിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും പുണ്യമുള്ള പ്രതിഫലമുള്ള കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് നാം ഓർക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു സംഭവത്തിൽ നിന്നുള്ള ചില ഗുണപാഠങ്ങളാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 6-ാമത്തെ വർഷം ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്ത് കൊടുത്തയക്കുകയുണ്ടായി. അറേബ്യയുടെയും പരിസര പ്രദേശങ്ങളിലുമുള്ള നേതാക്കന്മാരെ അവരുടെ പ്രജകളെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. അതിനുവേണ്ടി എല്ലാ ഭാഗങ്ങളിലേക്കും ദൂതന്മാരെ നിയോഗിച്ചിരുന്നു. അങ്ങനെ പ്രവാചകൻ്റെ എഴുത്ത് അയച്ചിരുന്ന വ്യക്തികളിൽ ഒരാളാണ് നജ്ദ് പ്രവിശ്യയിലെ യമാമ പ്രദേശത്തെ ഭരണാധികാരി
സുമാമത്ത് ബിൻ അസാൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പ്രദേശത്തിൻ്റെ ഗോത്രത്തലവനും ഭരണാധികാരിയുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് ലഭിച്ചു. ആ കത്ത് വായിച്ച ശേഷം അദ്ദേഹം ക്ഷോഭിക്കുകയും ഇതിനൊരു അന്തിമ പരിഹാരമുണ്ടാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്തു. ആ പരിഹാരം അദ്ദേഹം തീരുമാനിച്ചത് ഈ പ്രവാചകൻ്റെ കഥ കഴിക്കുക. അതാണ് ഇതിനേറ്റവും നല്ല പരിഹാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിച്ചാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നതായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. അന്നു മുതൽ ഇസ്ലാമിൻ്റെ ശത്രുവായി പരസ്യമായി രംഗത്ത് വന്നു. നേരത്തെ ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുകയും ഇസ്ലാമിനോട് ശത്രുത പുലർത്തുകയും ചില മുസ്ലിങ്ങളെ വധിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത വ്യക്തിയാണ്. അതിൻ്റെ പുറമെ ഈ കത്ത് തനിക്ക് ലഭിച്ചപ്പോൾ തന്നെ ആ മതത്തിലേക്ക് ക്ഷണിക്കാൻ മാത്രം ഈ മനുഷ്യൻ ആരാണെന്ന് ചോദിക്കുകയും അവൻ്റെ കഥ കഴിച്ചെങ്കിൽ മാത്രമാണ് നമ്മുടെ അറബ് ദേശം ഈ ഫിത്നയിൽ നിന്ന്, കുഴപ്പത്തിൽ നിന്ന് സുരക്ഷിതമാവുകയുള്ളൂ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തു. അന്നു മുതൽ അദ്ദേഹത്തിൻ്റെ ശ്രമം പ്രവാചകനെ കൊല്ലുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഭാഗമായി പലപ്പോഴും പല സഹാബികളെയും പ്രവാചകൻ്റെ അനുചരന്മാരെയും അദ്ദേഹം വധിക്കുകയും ചെയ്തു. ഇത്തരം ആക്രമണത്തിൻ്റെ ഒരു സന്ദർഭത്തിലാണ് നജിദിൻ്റെ ഭാഗത്തേക്ക് അള്ളാഹുവിൻ്റെ റസൂല് ഒരു സംഘം ആളുകളെ നിയോഗിച്ചിട്ടുള്ളവർ. ആ ആളുകൾ നജിദിൻ്റെ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ സുമാമയെ അവർ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. അദ്ദേഹം ഉംറ നിർവഹിക്കണമെന്ന ഉദ്ദേശപ്രകാരം മദീനയിൽ വന്ന് പ്രവാചകൻ്റെ കഥ കഴിച്ചു പോകാനുള്ള ആസൂത്രണത്തിൻ്റെ ഭാഗമായി മക്കയിലേക്ക് യാത്ര തിരിച്ചതായിരുന്നു. വഴിയിൽ വെച്ച് ഇദ്ദേഹത്തെ കണ്ടു. ആയുധധാരിയായി ആക്രമണോത്സുകനായി വരുന്ന സുമാമയെ മുസ്ലിം സംഘം ബന്ധിക്കുകയും പിടിച്ചുകെട്ടുകയും ചെയ്തു. അവർക്ക് ഈ വ്യക്തി ആരാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. അങ്ങനെ അവർ ആ വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് മദീനയിലേക്ക് കൊണ്ടുവന്നു. അള്ളാഹുവിൻ്റെ റസൂൽ പള്ളിയുടെ ഒരു തൂണിൽ കെട്ടിയിടാൻ വേണ്ടി പറഞ്ഞു. അമുസ്ലിമാണ്, ഇസ്ലാമിൻ്റെ ശത്രുവാണ്. ആ വ്യക്തിയെ മദീന പള്ളിക്കുള്ളിലാണ് ബന്ധിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂല് സുമാമയെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആളുകളോട് ചോദിച്ചു, അതദറൂന മൻ അഖദ്തും, നിങ്ങൾ പിടിച്ചു ബന്ധിച്ച വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾക്കറിയില്ല, ഒരു ശത്രുവാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് സുമാമത്ത് ബിൻ അസാലാണ്. നിങ്ങൾ അദ്ദേഹത്തോട് ഏറ്റവും നന്നായി വർത്തിക്കുക. നല്ല രീതിയിലുള്ള തടവായിരിക്കണം, ബന്ധനമായിരിക്കണം അദ്ദേഹത്തിന് നൽകുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് ചെന്നു. വീട്ടുകാരോട് അവിടെയുള്ള ഭക്ഷണമെല്ലാം എടുക്കാൻ വേണ്ടി പറഞ്ഞു. ആ ഭക്ഷണ സാധനങ്ങളെല്ലാം സുമാമക്ക് കൊടുത്തയച്ചു. എന്നിട്ട് പ്രവാചകൻ ഒട്ടകത്തെ കൊണ്ടുവരാനും അതിൻ്റെ കറവ പാൽ രാവിലെയും വൈകുന്നേരവും സുമാമക്ക് എത്തിച്ചു കൊടുക്കാനും ഏർപ്പാട് ചെയ്തു. ഇതെല്ലാം ചെയ്ത ശേഷം പിന്നീട് പ്രവാചകൻ പള്ളിയിലേക്ക് വന്നു. ഭക്ഷണം കഴിച്ച് പാല് കുടിച്ച് വിശ്രമിച്ചിരിക്കുന്ന സുമാമയെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമാമയെ നോക്കിയിട്ട് ചോദിച്ചു, മാദാ ഇൻദക യാ സുമാമ, എന്താണ് സുമാമ നിനക്ക് പറയാനുള്ളത്? ഞാൻ നിന്നെ എന്ത് ചെയ്യുമെന്നാണ് നിൻ്റെ മനസ്സിലുള്ള പ്രതീക്ഷ? നീ ആഗ്രഹിക്കുന്നത്, ചിന്തിക്കുന്നത് എന്താണ്? ആ സമയത്ത് സുമാമ പറഞ്ഞു, ഇൻദി ഖൈറുൻ യാ മുഹമ്മദ്, മുഹമ്മദേ, എനിക്ക് നന്മയാണ് പറയാനുള്ളത്. ഇൻ തഖ്തുൽ തഖ്തുൽ ദാദമിൻ, നീ എന്നെ കൊല്ലുന്നുവെങ്കിൽ നീ കൊല്ലുന്നത് രക്തത്തിന് പകരമാണ്. രക്തം ചിന്തിയിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് എന്നെ നീ വധിക്കുന്നുവെങ്കിൽ അത് നീതിയാണ്. അതിൻ്റെ പേരിൽ നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല.
കാരണം രക്തത്തിൻ്റെ പേരിൽ എന്നെ താങ്കൾ അന്വേഷിക്കുന്നുണ്ട്. ആ ശിക്ഷക്ക് അർഹനാണ് ഞാൻ, ഘാതകനാണ് ഞാൻ. വഇൻ തുൻഇം അലാ ഷാക്കിരിൻ, നീ എന്നോട് നന്ദി കാണിക്കുന്നുവെങ്കിൽ, അനുഗ്രഹം കാണിക്കുന്നുവെങ്കിൽ നന്ദി കാണിക്കുന്നൊരു വ്യക്തിയായിരിക്കും ഞാൻ. വഇൻ കുന്ത തുരീദുൽ മാൽ, ധനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫസൽ തുഅത മിൻഹു മാ ശീത്, ഉദ്ദേശിച്ചത്രയും ധനം ഞാൻ തരാൻ തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പരാമർശിച്ചില്ല. അങ്ങനെ വിട്ടേച്ചുകൊണ്ട് പ്രവാചകൻ പോയി. അടുത്ത ദിനവും സുമാമയെ വന്ന് പ്രവാചകൻ സന്ദർശിച്ചു. വീണ്ടും ചോദിച്ചു, എന്താണ് വിശേഷം, എന്ത് പറയാനുണ്ട് എന്ന്. സുമാമ പറഞ്ഞു, എനിക്ക് പുതിയതൊന്നും പറയാനില്ല, ഇന്നലെ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും ആ വാക്കുകൾ ആവർത്തിച്ചു. മൂന്നാമത്തെ ദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിച്ചു. ആ സമയത്ത് റസൂൽ ചോദിച്ചു, എന്താണ് സുമാമ പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞു, ഇൻദി മാ ഖുൽതു ലക്, ആദ്യം പറഞ്ഞല്ലോ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇൻ തുൻഇം അലാ ഷാക്കിർ, താങ്കൾ അനുഗ്രഹിക്കുന്നുവെങ്കിൽ നന്ദിയുള്ളവനോടായിരിക്കും താങ്കൾ ചെയ്യുന്ന ഈ അനുഗ്രഹം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് പറഞ്ഞു, സുമാമയെ നിങ്ങൾ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുക. പ്രവാചകന്റെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹത്തെ മോചിപ്പിച്ചു. അദ്ദേഹം മദീന പള്ളിയുടെ സമീപത്തുണ്ടായിരുന്ന ഒരീത്തപ്പന തോട്ടത്തിലേക്ക് പോയി. അവിടെ ചെന്ന് കുളിച്ച് വീണ്ടും തിരിച്ച് പള്ളിയിലേക്ക് വന്നു. എന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഇസ്ലാമിൻ്റെ സാക്ഷ്യവാക്യം അത്യുച്ചത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു. 3 ദിനം പള്ളിയിൽ അദ്ദേഹം താമസിച്ചു. ആ 3 ദിനത്തിലെ ജീവിതത്തിലെ അനുഭവം ഇസ്ലാം എന്താണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി. അള്ളാഹുവിൻ്റെ റസൂലിനെ ഒരു രാജാവിനെ പോലെയായിരുന്നു അദ്ദേഹം സങ്കല്പിച്ചിരുന്നത്. അങ്ങനെയല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അഹങ്കാരിയും ധിക്കാരിയും അക്രമിയുമാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കേട്ടറിവ്. അപ്രകാരമല്ല പ്രവാചകൻ, മറിച്ച് വിനയാന്വിതനായൊരു മനുഷ്യനാണ്. അഹങ്കാരം ഒട്ടുമേ ഇല്ലാത്ത വ്യക്തിത്വമാണ്. അങ്ങേയറ്റം വിനീതനാണ് അദ്ദേഹം. ഏറ്റവും കാരുണ്യമുള്ള മനസ്സുള്ളൊരു വ്യക്തിയാണ്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഈ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അദ്ദേഹം കേട്ടിരുന്നത് സത്യമല്ല എന്നും ഇതാണ് പ്രവാചകന്റെ യഥാർത്ഥ മുഖമെന്നുമുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. സഹാബികൾക്കിടയിലുള്ള ഐക്യവും പരസ്പരമുള്ള സഹകരണവും അവർ തമ്മിലുള്ള ബന്ധവും പ്രവാചകനും സഹാബികളും തമ്മിലുള്ള ബന്ധവും പള്ളിയിൽ പരസ്പരം ഒത്തുചേർന്നുകൊണ്ട് ജാതിയും ഉപജാതിയുമോ അതല്ലെങ്കിൽ ഉച്ചനീചത്വങ്ങളോ അടിമയും ഉടമയുമെന്നോ വ്യത്യാസമില്ലാതെ, ഖുറൈശികളെന്നോ ഔസുകാര് ഖസ്റജുകാരെന്നോ വ്യത്യാസമില്ലാതെ പരസ്പരം സാഹോദര്യത്തിലും സ്നേഹത്തിലും കഴിയുന്ന ആ ഒരു സംഘത്തിൻ്റെ ജീവിതം അദ്ദേഹം നോക്കിക്കാണുകയായിരുന്നു. ആ 3 ദിനത്തിലെ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്ന്, പ്രവാചകന്റെ ഈ ഉദാരമായ സമീപനത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇസ്ലാമിനെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അടിച്ചുവിട്ടപ്പോൾ നേരെ കുളിച്ച് തിരിച്ചു വന്ന് പരസ്യമായി ഷഹാദത്തിൻ്റെ വാക്യം ഉച്ചരിച്ചിട്ടുള്ളത്. അവിടെ അവസാനിപ്പിച്ചില്ല അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ മാറ്റം, ആ മാറ്റത്തിൻ്റെ മികവ് സദസ്സിൻ്റെ മുമ്പിൽ പരസ്യമായി അദ്ദേഹം പറയുകയാണ്. യാ മുഹമ്മദ് വല്ലാഹി മാ കാന അലൽ അർളി വജ്ഹുൻ അബ്ഗള ഇലയ്യ മിൻ വജ്ഹിക, മുഹമ്മദേ, താങ്കളുടെ മുഖത്തേക്കാൾ ഈ ലോകത്തെനിക്ക് വിദ്വേഷവും കോപവും ഉണ്ടായിരുന്ന മറ്റൊരു മനുഷ്യൻ്റെ മുഖവും ഉണ്ടായിരുന്നില്ല. ഫഖദ് അസ്ബഹ വജ്ഹുക അഹബ്ബൽ വുജൂഹി ഇലയ്യ, ഇന്നിതാ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട മുഖം അങ്ങയുടേതായി മാറിയിരിക്കുകയാണ്. വല്ലാഹി മാ കാന മിൻ ദീനിൻ അബ്ഗള ഇലയ്യ മിൻ ദീനിക, താങ്കളുടെ ഈ മതത്തേക്കാൾ എനിക്ക് വെറുപ്പും വിദ്വേഷവുമുള്ള മറ്റൊരു ദീനും ഉണ്ടായിരുന്നില്ല. ഫഖദ് അസ്ബഹ ദീനുക അഹബ്ബ ഇലയ്യ അഹബ്ബ ദീനി കുല്ലിഹി ഇലയ്യ, സർവ മതങ്ങളെക്കാളും ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങയുടെ മതമാണ്.
വല്ലാഹി മാ കാന മിൻ ബലദിൻ അബ്ഗള ഇലയ്യ മിൻ ബലദിക്, അങ്ങയുടെ രാജ്യത്തേക്കാൾ എനിക്ക് വിദ്വേഷമുള്ള ഒരു രാജ്യവും ഉണ്ടായിരുന്നില്ല. ഫഖദ് അസ്ബഹ ബലദുക അഹബ്ബൽ ബിലാദി കുല്ലിഹാ ഇലയ്യ, എല്ലാ രാജ്യങ്ങളിലും ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം അങ്ങയുടെ മദീനയായിരിക്കുകയാണ്. വ ഇന്ന ഖൈലക അഖദ്തനി വ അന ഉരീദുൽ ഉംറ ഫമാദാ തറ. അദ്ദേഹം തൻ്റെ മനസ്സിന് വന്ന പരിവർത്തനം, ആ മാറ്റം അദ്ദേഹം പ്രവാചകന്റെയും സഹാബികളുടെയും മുമ്പിൽ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു സാധാരണക്കാരനല്ല, നജിദ് പ്രവിശ്യയിലെ പ്രസിദ്ധനായ നേതാവും ഭരണാധികാരിയുമാണ്. അദ്ദേഹത്തിൻ്റെ പിന്നിൽ വലിയ ശക്തമായൊരു സൈന്യമുണ്ട്, ശക്തമായൊരു ഭരണപ്രദേശമുണ്ട്. അറേബ്യൻ രാജ്യത്തെ കാർഷിക മേഖലയുടെ സാമ്പത്തിക സ്രോതസ്സിൻ്റെ കേന്ദ്രമായിരുന്നു അത്. എല്ലാ അർത്ഥത്തിലും സുശക്തമായ സുഭദ്രമായ ഒരു പ്രദേശത്തിൻ്റെ അധികാരമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെയും പ്രവാചകനെയും മദീനയും വെറുക്കുകയും നശിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. പ്രവാചകനെ വധിച്ചെങ്കിൽ മാത്രമേ ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളെന്ന് പ്രതിജ്ഞയെടുത്ത് അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ വന്ന പരിവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ തെളിഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനസ്സിൻ്റെ പരിവർത്തനമാണ് യഥാർത്ഥ പരിവർത്തനം. അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, ദാക തുഅമൽ ഈമാൻ, ആ മനുഷ്യൻ ഈമാനിൻ്റെ മധുരം നുകർന്നിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഈമാൻ മധുരമായി അനുഭവപ്പെടുന്നത്, ഈമാൻ മാധുര്യമുള്ളതായി ഒരാൾക്ക് ബോധ്യപ്പെടുന്നത്, ഈമാനിൻ്റെ പ്രകാശം ജീവിതത്തിലേക്ക് പ്രതിഫലിക്കുന്നത് മനസ്സിൽ 3 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. 3 കാര്യമുള്ളൊരു വ്യക്തിക്ക് വജദ ഹലാബത്തൽ ഈമാൻ, ഈമാൻ്റെ മധുരം അവൻ അനുഭവിക്കാൻ കഴിയുമെന്നതാണ്. ഒന്ന്, അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹും റസൂലും അവയല്ലാത്ത എല്ലാത്തിനേക്കാളും ഉപരി മനസ്സിൽ ഇഷ്ടപ്പെട്ടതായി മാറുക. ഒരാളെ മനസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലാഹുവും റസൂലുമായിരിക്കണം. ആ ഒരു വിധാനത്തിലേക്ക് മനസ്സ് ഉയർന്നു വരണം. അത് വരുമ്പോഴാണ് ഈമാനിൻ്റെ മധുരം അനുഭവിക്കുന്ന വ്യക്തിയായി മാറുന്നത്. രണ്ടാമത്തതായി അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, വഅൻ യുഹിബ്ബൽ മർഅ, ഈ വ്യക്തി മറ്റൊരു മനുഷ്യനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്, മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ട്. എന്തിനെ സ്നേഹിക്കുന്നു? ഭൗതികമായൊരു താല്പര്യവും അവർക്കിടയിലില്ല, ആനുകൂല്യത്തിന് വേണ്ടിയല്ല, പരസ്പരമുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചൂഷണം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, അങ്ങനെയുള്ള കാരണങ്ങളൊന്നുമില്ല. ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാ, സ്നേഹിച്ചു എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് അയാളുടെ മനസ്സിൽ നിന്ന് വരുന്ന ഉത്തരം അള്ളാഹുവിന് വേണ്ടി എന്നാണ്. മനസ്സിൽ നിന്ന് വരുന്ന ഉത്തരമാണത്. ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാ, അള്ളാഹുവിന് വേണ്ടിയാണ് സ്നേഹിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഒരു ദാസനാണ്, നന്മ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, പടച്ചവനിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഇത്തരം ഭൗതിക താല്പര്യങ്ങളൊന്നുമില്ലാത്ത അള്ളാഹുവിന് വേണ്ടി മാത്രം, അള്ളാഹുവിൻ്റെ പ്രീതിയും അവൻ്റെ അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്നു. അങ്ങനെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അതാണ് രണ്ടാമത്തെ ഗുണം. മൂന്നാമത്തതായി പ്രവാചകൻ പറഞ്ഞത്, വഅൻ യക്റഹ അൻ യുഖദഫ ഫിന്നാർ, തീയിൽ എറിയപ്പെടുന്നത് ഒരാൾ എത്രമാത്രം വെറുക്കുന്നുവോ അതിനേക്കാളുപരി വഅൻ യുഖദഫ ഫിൽ കുഫർ, അവിശ്വാസത്തിലേക്ക്, സത്യനിഷേധത്തിലേക്ക് തിരിച്ചു പോകുന്നതിനെ, എത്തിപ്പെടുന്നതിന് വെറുക്കുക എന്നാണ്. ഈ 3 കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ അനുഭവപ്പെടണം. ആ മാനസികാവസ്ഥയുള്ള ഒരു വ്യക്തിയാണോ അവൻ ഈമാനിൻ്റെ മധുരം നുകർന്ന വ്യക്തിയാണ്. ആ മാധുര്യത്തിൻ്റെ ഉന്നതമായ വിധാനത്തിലേക്ക് എത്തിയിട്ടുള്ള ആളുകളെ നമുക്ക് സ്വഹാബികളിൽ ധാരാളം ആളുകളെ കാണാം. ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ആ പരിവർത്തനമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഏറ്റവും അധികം സ്നേഹം ആരോടെന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന ഉത്തരം എനിക്ക് അല്ലാഹുവിൻ്റെ റസൂലിനോടാണെന്നാണ്. ഏറ്റവും അധികം അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് പ്രവാചകൻ്റെ രാജ്യമാണ്. ഏറ്റവും അധികം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇഷ്ടമുള്ളത് പ്രവാചകൻ സമൂഹത്തിന് സമർപ്പിച്ചിട്ടുള്ള മതമാണ്.
ആ 3 കാര്യമാണ് എനിക്ക് ഒരു കാലത്ത് ഏറ്റവും വെറുപ്പുണ്ടായിരുന്നത്, ഇന്നെനിക്ക് ഏറ്റവും സ്നേഹമുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ ഉംറ ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെട്ട സമയത്താണ് ഈ ആളുകൾ എന്നെ പിടിച്ചിട്ടുള്ളത്. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മക്കയുടെ ഭരണം ശത്രുക്കളുടെ കയ്യിലാണ്. മുസ്ലിങ്ങൾക്ക് ഉംറ ലഭിക്കുമോ ആധിപത്യം ലഭിക്കുന്നത് മക്ക ഫതഹാണ്, മക്ക വിജയത്തോടുകൂടെയാണ്. അതിൻ്റെ മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഉംറക്ക് പോവുക. എങ്ങനെയാണ് ഉംറ നിർവഹിക്കേണ്ടത്? ജാഹിലിയ കാലത്തെ ഉംറയും ഇസ്ലാമിലെ ഉംറയും തമ്മിലുള്ള വ്യത്യാസം അള്ളാഹുവിൻ്റെ പ്രവാചകൻ അദ്ദേഹത്തിന് വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുത്തു. 2 ഉംറയും തമ്മിൽ വ്യത്യാസമുണ്ട്. ജാഹിലിയ കാലത്തെ ഉംറ എന്ന് പറയുന്നത് ഷിർക്ക് കലർന്നിട്ടുള്ള ഷിർക്കിൻ്റെ തൽബിയത്ത് ചൊല്ലുന്ന ഉംറയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഉംറ. അതുകൊണ്ട് പ്രവാചകൻ അക്കാര്യം അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹം ചോദിച്ചു, ലഖദ് കുന്തു അസബ്തു ഫീ അസ്ഹാബിക ദമൻ, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങയുടെ സ്വഹാബികളിൽ പലരെയും വധിച്ചവനാണ് ഞാൻ. ഫമല്ലദീ തൂജിബുഹു അലയ്യ, അതിനൊരു പരിഹാരം എന്ന നിലക്ക് അങ്ങ് എനിക്ക് എന്താണ് പറയുന്നത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പല അനുചരന്മാരെയും വിശ്വാസികളെയും കൊന്നവനാണ് ഞാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ലാ തസ്രീബ അലൈക യാ സുമാമ, സുമാമ, അതിൻ്റെ പേരിൽ ഒരു പ്രതികാരവും ഇനി അങ്ങക്ക് ബാക്കിയില്ല, ഒരു പ്രതികാരവും അവശേഷിക്കുന്നില്ല. ഫഇന്നൽ ഇസ്ലാമ യജിബ്ബു മാ ഖബല, ഇസ്ലാം അതിൻ്റെ മുമ്പുള്ളതിനെല്ലാം തകർത്ത് കളഞ്ഞിട്ടുണ്ട്. താങ്കൾ ഇസ്ലാമായതോടുകൂടെ താങ്കൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും കുറ്റങ്ങളും അള്ളാഹു താങ്കൾക്ക് മാപ്പ് നൽകിയിട്ടുണ്ട്, പുറത്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ മുമ്പ് ശത്രുവശത്ത് നിന്നുകൊണ്ട് താങ്കൾ ചെയ്തിട്ടുള്ളതിൻ്റെ പേരിൽ ഇനി കുറ്റപ്പെടുത്തലുകളോ വിമർശനങ്ങളോ ശിക്ഷാ നടപടികളോ അങ്ങക്കില്ല. അദ്ദേഹം മക്കയിലേക്ക് പോവുകയാണ്. അതിൻ്റെ മുമ്പായി അദ്ദേഹം റസൂലിനോട് പറയുന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ താങ്കളുടെ സഹാബികളിൽ എത്ര ആളുകളെയാണോ വധിച്ചത്, എത്ര ആളുകൾക്കാണോ നാശം വരുത്തിയത്, എത്ര ആളുകൾക്കാണോ എന്നാൽ വിപത്തുണ്ടായത്, അതിൻ്റെ ഇരട്ടിയായി ഇനി ഞാൻ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് പകരം നൽകിക്കൊണ്ടിരിക്കും. എൻ്റെ ഈ വാള്, എന്നോടൊപ്പമുള്ള ആളുകളുടെ വാള്, അത് ഞാൻ ഇനി ഉപയോഗിക്കുന്നത് താങ്കൾ കൊണ്ടുവന്ന ഈ ദീനിൻ്റെ സംരക്ഷണത്തിനും സഹായത്തിനുമായിരിക്കും. അങ്ങനെ പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് അദ്ദേഹം മക്കയിലേക്ക് പോകുന്നത്. മക്കയിലേക്കെത്തി അവിടെ വെച്ചുകൊണ്ട് ഉംറ നിർവഹിക്കുകയാണ്. ഉംറ നിർവഹിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മക്കയിലെ ആളുകൾക്ക് മനസ്സിലായി ഇദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. മുശ്രിക്കുകൾ പരിചയിച്ചിട്ടുള്ള തൽബിയത്തല്ല അദ്ദേഹം ചൊല്ലുന്നത്, മുശ്രിക്കുകൾ ചെയ്തു വരുന്ന രീതിയല്ല അദ്ദേഹം നിർവഹിക്കുന്നത്. മുശ്രിക്കുകളും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പാരമ്പര്യമായി കൊണ്ട് ഉംറ നിർവഹിച്ചു വന്നു. ആ ഉംറയിൽ തൽബിയത്ത് ചൊല്ലുന്നുണ്ട്. ലാ ശരീക ലക്ക് എന്ന തൽബിയത്തിൻ്റെ അവസാനത്തെ വാചകം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവസാനിപ്പിച്ചത് അവിടെയാണ്. ലാ ശരീക ലക്ക്, അള്ളാഹുവേ നിനക്ക് പങ്കുകാരായി ആരുമില്ല എന്ന പ്രഖ്യാപനത്തോടുകൂടി അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ മുശ്രിക്കുകൾ അവിടെ അവസാനിപ്പിച്ചിരുന്നില്ല. മക്കയിലുള്ള മുശ്രിക്കുകൾ, ഉംറക്കും ഹജ്ജിനും വരുന്ന മുശ്രിക്കുകൾ തൽബിയത്ത് ചൊല്ലുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് പറയാറുണ്ടായിരുന്നു, ലാ ശരീക ലക്ക് എന്നെത്തുമ്പോൾ അവിടെ നിർത്തണം നിങ്ങൾ, അതിൻ്റെ ശേഷമുള്ള വാക്കുകൾ നിങ്ങൾ പറയരുത് എന്നവരോട് ഉപദേശിക്കാറുണ്ടായിരുന്നു. കാരണം ഒരു വാക്ക് അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അള്ളാഹുവിനെ അവർ സങ്കല്പിച്ചിരുന്നൊരു ചക്രവർത്തിയെ പോലെയായിരുന്നു. ആ ചക്രവർത്തിക്ക് കീഴിൽ ഒരുപാട് കൊച്ചു കൊച്ചു രാജാക്കന്മാർ. ആ രാജാക്കന്മാർക്ക് ചക്രവർത്തി ചില അധികാരങ്ങൾ നൽകിയിട്ടുണ്ട് അവരുടേതായ ചില പ്രവിശ്യകളിൽ. ആ അധികാരം ചക്രവർത്തി നൽകിയതാണ്, അദ്ദേഹമാണ് രാജാവിനെ നിയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഓരോ രാജാക്കന്മാരും അവരവരുടെ പ്രവേശ്യകളിൽ ചെയ്തു വരുന്നുമുണ്ട്. സമാനമായ രീതിയിലുള്ള സങ്കല്പമായിരുന്നു മക്ക മുശ്രിക്കുകൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് മുശ്രിക്കുകൾ പറഞ്ഞു, ഇല്ലാ ശരീകൻ ഹുവലക തംലികുഹു വമാ മലക്, ഇല്ലാ ശരീകൻ, ചില പങ്കുകാർ നിനക്കുണ്ട്. തംലികുഹു, ആ പങ്കുകാരെ നീ അധീനപ്പെടുത്തിയിരിക്കുകയാണ്. അള്ളാഹുവേ, നിന്റെ അധീനത്തിലാണ് അവരുള്ളത്, നിന്റെ കീഴിലാണ് അവരുള്ളത്. വമാ മലക, ആ പങ്കുകാർ അധീനപ്പെടുത്തിയത്, അവർ ഉടമപ്പെടുത്തിയതും നിന്റെ അധീനത്തിലാണ്. അവരും നിന്റെ കീഴിലാണുള്ളത്, അവർക്കുള്ള അധികാരങ്ങളും നിന്റെ കീഴിലുള്ളതാണ്, എല്ലാം നീ കൊടുത്തതാണ്.
ആ കൊടുത്ത അധികാരങ്ങളും കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് തങ്ങളെ സഹായിക്കുന്ന, തങ്ങളെ അനുഗ്രഹിക്കുന്ന, തങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്ന ചില ശരീക്കുകളായ ആളുകൾ നിനക്കുണ്ട് എന്ന വിശ്വാസമായിരുന്നു മക്ക മുശ്രിക്കുകൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സുമാമ റളിയല്ലാഹു അൻഹു തൽബിയത്ത് ചൊല്ലിയപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഇദ്ദേഹം പോയിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഒരു സംഘം ആളുകൾ അദ്ദേഹത്തെ വളഞ്ഞു. അദ്ദേഹത്തെ ആരാണെന്ന് തിരിച്ചറിയാത്തവരായിരുന്നു അവർ. ആ യുവസംഘങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, അസബത, നീ പിഴച്ചുപോയില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. അത് ഒരു ശൈലിയാണ്. സന്മാർഗത്തിലേക്ക് പോകുന്ന ആളുകളെ ആക്ഷേപിക്കുവാൻ വേണ്ടി എല്ലാ കാലത്തും ഇത്തരം എന്തെങ്കിലും മോശമായൊരു പേര് നൽകുക അതൊരു സമ്പ്രദായമാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ജനവിഭാഗം, ബ്രിട്ടീഷുകാരുടെ ഭരണകാലം വന്നപ്പോഴാണ് സയ്യിദ് അഹമ്മദ് ഷഹീദിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരുന്നത്. പഞ്ചാബിൻ്റെ പ്രവിശ്യകളിൽ നേതൃത്വം വഹിച്ചിരുന്ന സയ്യിദ് അഹമ്മദ് ഷഹീദിൻ്റെ നേതൃത്വ യുദ്ധം ആരംഭിക്കുന്നു. ആ യുദ്ധം ആരംഭിച്ചപ്പോൾ ആ ബ്രിട്ടീഷുകാർ പറഞ്ഞു ഇത് വഹാബികളാണ് എന്ന് പറഞ്ഞു. കാരണം മുസ്ലിങ്ങളാരും അവരുടെ ജിഹാദ് പ്രസ്ഥാനത്തിൽ ചേർന്നുകൊണ്ട് ഈ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം നടത്താതിരിക്കാൻ വേണ്ടി അവരിട്ട പേരാണ് വഹാബി മൂവ്മെൻറ്റ് എന്ന്. അങ്ങനെ പേരിട്ടുകൊണ്ട് സയ്യിദ് അഹമ്മദ് ഷഹീദിനെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളെയും ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയുണ്ടായി. ഇത് ശത്രുക്കൾ എല്ലാ കാലത്തും നൽകുന്ന ഒരു സൂത്രമാണ് ഇത്തരം പേരുകളിടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ചോദിച്ചു, സാബിയായി അല്ലേ, പിഴച്ചുപോയി അല്ലേ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ പിഴച്ചുപോയിട്ടില്ല, മതത്തിൽ നിന്ന് തെറ്റിപ്പോയവനല്ല, ബിംബാരാധനയുടെ മതത്തിൽ നിന്ന് മാറി ഞാൻ സ്വീകരിച്ചത് വലാകിൻ അസ്ലംതു മഅ റസൂലില്ലാ, അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം ഞാൻ ഇസ്ലാം ആവുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ മതത്തിൽ നിന്ന് പുറത്താവുകയല്ല, മതത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ശരിയായ മതം, അള്ളാഹുവിനെ ആരാധിക്കുന്ന മതം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം, അത് സ്വീകരിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ ആളുകൾ അദ്ദേഹത്തിന് നേരെ കയ്യേറ്റം ചെയ്തു, ആക്രമിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വലാ വല്ലാഹി ലാ യഅതീകും മിനൽ യമാമ ഹബ്ബതു ഹിൻതതിൻ ഹത്താ യഅ്ദന ഫീഹാ റസൂലുള്ളാഹ്. ഇനി യമാമയിൽ നിന്ന് ഒരു ഗോതമ്പ് മണി മക്കക്കാരെ നിങ്ങൾക്ക് ഞാൻ തരില്ല. ഹത്താ യഅ്ദന ഫീഹാ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സമ്മതമുണ്ടാകണം, എങ്കിൽ മാത്രമേ ഇനി നിങ്ങൾക്ക് തരികയുള്ളൂ. സാധാരണ വിളവെടുപ്പ് കാലമായി മക്കയിലെ ചന്തയിലേക്ക് ഗോതമ്പ് വന്നിരുന്നത് ഈ യമാമയിൽ നിന്നാണ്, നജിദ് പ്രവിശ്യയിൽ നിന്നാണ്. അദ്ദേഹം ഈ വാക്ക് പാലിച്ചു. കർഷകരോട് പറഞ്ഞു, നിങ്ങളാരും തന്നെ മക്കയിലെ ചന്തയിലേക്ക് ഗോതമ്പ് കൊണ്ടുപോകരുത് എന്ന് ഉപദേശിച്ചു. ആളുകൾ അത് അംഗീകരിച്ചു. മക്കക്കാർ മനസ്സിലാക്കി ഇനി രക്ഷാമാർഗമൊന്നുമില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, ഭക്ഷണ സാധനങ്ങൾ ഉള്ളത് തീർന്നു തുടങ്ങി. കഴിക്കാനൊന്നുമില്ലാതെ വന്നിട്ട് മൃഗത്തിൻ്റെ തോല് ചുട്ടു തിന്നുന്ന അവസ്ഥ വന്നു. അത്രമാത്രം പ്രയാസപ്പെടുന്ന ഘട്ടം വന്നപ്പോൾ മക്കയിലെ ആളുകൾ കൂടിയാലോചിച്ചു, എന്തിൻ്റെ പരിഹാരം? അബൂ സുഫിയാൻ പറഞ്ഞു, ഒരു പരിഹാരവും ഈ വിഷയത്തിലില്ല, മുഹമ്മദിനെ ചെന്ന് കാണുക, അതല്ലാത്തൊരു പരിഹാരമില്ല. അങ്ങനെ മക്കയിലെ ആളുകൾ കൂടിയാലോചിച്ച് ദൗത്യസംഘത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് അയക്കുകയാണ്. അവരെഴുതിയിട്ടുള്ള വാചകം, മുഹമ്മദേ, നിന്റെ ബന്ധുക്കളും കുടുംബക്കാരുമാണ് മക്കയിലുള്ളത്. ആലോചിക്കണം നിങ്ങൾ, ആ ബന്ധുക്കളും കുടുംബക്കാരുമാണ് അള്ളാഹുവിൻ്റെ റസൂലിനെയും നബിയുടെ കൂടെ വിശ്വസിച്ച ആളുകളെയും അവിടെ നാട്ടി ഓടിച്ചത്, തലക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചത്, അതിനുശേഷം ബദറും ഉഹദും ഖന്തക്കും യുദ്ധം നടത്തിയത്. ഇതെല്ലാം ചെയ്ത ആളുകൾ ഈ സമയത്ത് റസൂലിൻ്റെ അടുക്കലേക്ക് എടുത്തു കൊടുത്തേക്കുകയാണ്. ദൗത്യസംഘത്തിൻ്റെ അടുക്കൽ കുടുംബക്കാരും ബന്ധുക്കളുമാണ് അവിടെയുള്ളത്. കുടുംബബന്ധം ചേർക്കണമെന്ന് പറയുന്നൊരു സന്ദേശമാണല്ലോ നീ ജനങ്ങളോട് ഉപദേശിക്കുന്നത്. നിന്റെ കുടുംബക്കാർ ഭക്ഷണം കഴിക്കാതെ പട്ടിണിയിലാണ് ഇവിടെ കഴിയുന്നത്. അതുകൊണ്ട് സുമാമയോട് ഞങ്ങളെ വിശപ്പിനുള്ള ഭക്ഷണം വിട്ടു നൽകാൻ വേണ്ടി പറയണം എന്നാവശ്യപ്പെടാൻ, അനുവദിക്കാൻ വേണ്ടി അവർ ശുപാർശ ചെയ്തു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സുമാമയോട് പറഞ്ഞു, സുമാമ, ഭക്ഷണമാണത്, വിട്ടുകൊടുത്തോളൂ. പ്രവാചകൻ്റെ ആ കാരുണ്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് പ്രവാചകന് നിർദ്ദേശം ലഭിച്ചപ്പോൾ സുമാമ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്, ഇനി നിങ്ങൾ മക്കയിലെ സൂക്കിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു.
അങ്ങനെ മക്കയിലെ ചന്തയിൽ ആവശ്യമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഞാൻ ഈ ചരിത്രം സൂചിപ്പിച്ചത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും മഹത്തായൊരു മാതൃക ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. അത്യുദാരമായ സമീപനമാണ് അല്ലാഹുവിൻ്റെ റസൂലിനുണ്ടായിരുന്നത്. വളരെ വ്യക്തമായ ശത്രുക്കളാണെന്ന് അറിഞ്ഞിട്ട് പോലും അല്ലാഹുവിൻ്റെ റസൂല് ഒരു പ്രതികാരവും അവരോട് ചെയ്തില്ല. ഒരുപക്ഷെ ലോകത്തൊരുപാട് രാജ്യങ്ങളും സമൂഹങ്ങളും നമുക്ക് കാണാം, ഭക്ഷണ സാധനങ്ങൾ പോലും വിലക്കിക്കൊണ്ട് ഉപരോധമേർപ്പെടുത്തി തങ്ങളുടെ താല്പര്യത്തിന് അധീനപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്ന അധിനിവേശ ശക്തികളുടെ കഥകളും ചരിത്രങ്ങളും വർത്തമാനകാലത്ത് പോലും നമുക്ക് കേൾക്കാവുന്നതാണ്. എന്നാൽ അവിടെയാണ് അല്ലാഹുവിൻ്റെ റസൂല് ഈ ശത്രുക്ക് രാജ്യത്തിനു വേണ്ടി തന്നെയും തൻ്റെ വിശ്വാസികളെയും കൊന്നൊടുക്കുവാൻ എല്ലാവിധ ആയുധങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കി കൂട്ടിയിട്ടുള്ള ആ ജനവിഭാഗത്തിൻ്റെ പട്ടിണി പരിഹരിക്കാൻ പ്രവാചകൻ ഇവിടെ മാർഗം നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ്റെ റഹ്മത്തുൽ ലിൽ ആലമീനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ്. എക്കാലത്തുമുള്ള ലോക മനുഷ്യർക്ക് ചരിത്രകാരന്മാർക്ക് പഠിക്കാനുള്ള ചരിത്രമാണത്. രണ്ടാമതായി ഈ ചരിത്രം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. മാറ്റത്തിൻ്റെ ഒരു ചരിത്രമാണത്. സുമാമ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിൽ വന്ന പരിവർത്തനമാണത്. മാറ്റം ആരംഭിക്കേണ്ടത് മനസ്സിൽ നിന്ന് തന്നെയാണ്. ജീവിതത്തിൻ്റെ സമൂലമായ പരിവർത്തനമാണ് വിശ്വാസത്തിലൂടെ ഉണ്ടാകുന്ന പരിവർത്തനത്തിൻ്റെ ഫലമായിട്ട് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെയും പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂൽ അനുവദിക്കണം എങ്കിലേ നിങ്ങൾക്ക് ഞാൻ തരികയുള്ളൂ എന്നാണ്. ഞാൻ എൻ്റെ പ്രദേശത്തെ രാജാവാണ്, ഭരണാധികാരിയാണ്, എനിക്കെൻ്റെ രാജ്യത്തു നിന്ന് നിങ്ങൾക്ക് തരണോ വേണ്ടേന്ന് തീരുമാനിക്കാൻ അധികാരമുണ്ട് എന്നല്ല അദ്ദേഹം പറഞ്ഞത്. മറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അനുവാദമുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഞാൻ തരികയുള്ളൂ എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സമ്മതം കിട്ടിയ ശേഷം മാത്രമാണ്, നിർദ്ദേശം ലഭിച്ച ശേഷം മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പ്രവാചകൻ്റെ മാതൃക പിൻപറ്റുവാൻ, പ്രവാചകൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ അദ്ദേഹം കാണിച്ച അതീവ ശ്രദ്ധയാണ് ഈ സംഭവം നമുക്ക് മനസ്സിലാകുന്നത്. വലിയ ഒരു പരിവർത്തനം അദ്ദേഹത്തിൻ്റെ മനസ്സിലും ജീവിതത്തിലും ഇസ്ലാമിൻ്റെ ആ പ്രഖ്യാപനത്തോടുകൂടെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. സാധാരണ ചില ആളുകളെപ്പറ്റി നമ്മൾ പറയും, അവരൊന്നും ഇനി നന്നാവില്ല, ശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളെയും നമ്മൾ എഴുതിത്തള്ളാറുണ്ട്. അവരുമായുള്ള ബന്ധങ്ങൾ പോലും വിച്ഛേദിക്കാറുണ്ട്. പക്ഷേ ആരും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയാണ് ഇസ്ലാമിൻ്റെ ദൃഢവിശ്വാസിയായി അത്യുന്നതമായ വ്യക്തിത്വമായി തീർന്നിട്ടുള്ളത്. ഇസ്ലാമിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച പ്രവാചകന്റെ ജീവനെടുക്കാൻ വേണ്ടി ഇറങ്ങി വന്നൊരു മനുഷ്യനാണ്. ആ മനുഷ്യനാണ് ഇവിടെ വിശ്വാസിയായി മാറിയിട്ടുള്ളത്. നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണത്. അതുകൊണ്ട് ആരെയും നമ്മൾ തീർത്തും ഉപേക്ഷിക്കരുത്. ജീവിതത്തിലെ അനുഭവങ്ങളെങ്കിലും ആളുകളെ പരിവർത്തിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് അദ്ദേഹത്തിന് ലഭിച്ചു. പ്രവാചകന്റെ ദൂതന്മാർ ചെന്ന് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു. സ്വീകരിച്ചില്ല, അദ്ദേഹം സ്വീകരിച്ചില്ല. പക്ഷേ പ്രവാചകന്റെയും സഹാബത്തിൻ്റെയും ജീവിത അനുഭവം അദ്ദേഹത്തിൻ്റെ പാഠമായി. ഒരാദർശം കേട്ടാൽ ആളുകൾ സ്വീകരിക്കണമെന്നില്ല. എന്നാൽ ആ ആദർശമുള്ള ജീവിതം കണ്ടാൽ, ജീവിതം കൊണ്ട് ദഅവത്ത് നടത്തുന്ന ആളുകളെ കണ്ടാൽ അത് ആളുകളുടെ മനസ്സിൽ സ്വാധീനിക്കാതിരിക്കില്ല. ആ സ്വാധീനമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ അല്ലാഹുവിൻ്റെ റസൂൽ ഈ 3 ദിനവും ഇസ്ലാമിനെക്കുറിച്ച് അദ്ദേഹത്തിന് പരിചയപ്പെടുത്തിയിരുന്നില്ല. സ്വഹാബികൾ ഇസ്ലാമിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളോ വഅദുകളോ അദ്ദേഹത്തോട് പറഞ്ഞില്ല. മറിച്ച് മദീന പള്ളിയിൽ അദ്ദേഹം താമസിക്കുന്നു. പള്ളിയിൽ നടക്കുന്ന ക്ലാസ്, ജമാഅത്തായി നമസ്കാരം, മുസ്ലിങ്ങൾക്കിടയിലുള്ള സാഹോദര്യ ബന്ധം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കുശലാന്വേഷണം, തടവിൽ കഴിയുന്ന ശത്രുവിന് വേണ്ട ഭക്ഷ്യപദാർത്ഥങ്ങളും അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത സേവനങ്ങൾ, അത്യുദാരമായ സമീപനങ്ങൾ, ഈ അനുഭവങ്ങളാണ് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അനുഭവം കൊണ്ട്, ജീവിതം കൊണ്ട് ഇസ്ലാമിക ദഅവത്ത് എന്നത് സ്വഹാബികൾ നിർവഹിച്ചിരുന്ന ദഅവത്തിലെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നഷ്ടപ്പെട്ട ഒരു മേഖലയും അത് തന്നെയാണ്.
ജീവിതം കൊണ്ടുള്ള ദഅവത്ത് നമ്മുടെ സമൂഹത്തിലില്ല. നമ്മളുമായി ഇടപഴകുന്നൊരു വ്യക്തിക്ക് നമ്മളിൽ നിന്ന് ഇസ്ലാമിൻ്റെ മധുരമായ അനുഭവങ്ങൾ അവർക്ക് ആസ്വദിക്കാൻ കഴിയണം. എന്താണ് ഇസ്ലാം എന്നവരെ കണ്ട് മനസ്സിലാക്കാൻ കഴിയണം. ഒരു മുസ്ലിം കച്ചവടക്കാരനോട് ഇടപഴകുമ്പോൾ അവ ഇസ്ലാമികമായ കച്ചവടം ബോധ്യപ്പെടണം. വഞ്ചനയില്ലാത്ത, ചതിയില്ലാത്ത, സത്യസന്ധനായൊരു കച്ചവടക്കാരനാണ് എന്ന് ഇയാൾക്ക് അനുഭവപ്പെടണം. ഒരു മുസ്ലിം പണ്ഡിതനുമായി ഇടപഴകുന്ന വ്യക്തിക്ക് പണ്ഡിതോജ്യമായ അദ്ദേഹത്തിൻ്റെ വിനീതമായ സ്വഭാവ ഗുണങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാകണം. അങ്ങനെ ഒരു മുസ്ലിം വ്യക്തികൾ ഏത് മേഖലയിലാണോ ആ മേഖലയിലുള്ള വ്യക്തിയുമായി ഇടപഴകുന്ന ആളുകൾക്ക് മനസ്സിലാകണം ഇവരെ ജീവിതത്തിൽ ചില മഹത്തായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്, മഹത്തായ ചില മാർഗദർശനങ്ങൾ ഈ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുണ്ട് എന്നവർക്ക് ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെടുന്നൊരു സാഹചര്യമാണ് പ്രവാചകന്റെയും സഹാബത്തിൻ്റെയും ജീവിതത്തിൽ മികച്ചു നിന്നിരുന്നത്. ആദർശം പറയുവാനുള്ളതായിരുന്നില്ല, ഉപദേശങ്ങൾ ആളുകളെ കേൾപ്പിക്കാനുള്ളതായിരുന്നില്ല, മറിച്ച് ജീവിതത്തിൽ പകർത്തുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ അതിൻ്റെ മാതൃകകൾ കാണുവാനുമുള്ള അവസരമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു ജീവിതം കൊണ്ടുള്ള ദഅവത്താണ് സഹാബികൾ നിർവഹിച്ചതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് സഹാബത്ത് ഏതെല്ലാം രാജ്യത്ത് എത്തിച്ചേർന്നുവോ ആ രാജ്യത്തുള്ള ആളുകൾ അവരെ കണ്ട് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത്. കേട്ട് ഇസ്ലാമിലേക്ക് വന്നതിനേക്കാൾ ഉപരി കണ്ടിട്ടാണ് ഇസ്ലാമിലേക്ക് ആളുകൾ വന്നിരുന്നത്. ഇസ്ലാമിൻ്റെ ജൈത്രയാത്രയുടെ ചരിത്രം അതാണ്. മുസ്ലിങ്ങൾ ഏത് രാജ്യത്തേക്ക് കടന്നു എന്നുവോ ആ രാജ്യക്കാർ മുസ്ലിങ്ങളെ സ്വീകരിച്ചു, ഇസ്ലാമിക സംസ്കാരം അവർ അംഗീകരിച്ചു. ഇസ്ലാം മതം സ്വീകരിക്കാത്ത ആളുകളും മുസ്ലിങ്ങളെ പ്രശംസിച്ചു. മുസ്ലിങ്ങൾ കൊള്ളാവുന്നവരാണ്, ഇവർ ഈ രാജ്യത്തിന് ആവശ്യമാണെന്ന് പറഞ്ഞു. സിറിയയിലെയും ഇറാഖിലേക്കുമെല്ലാം മുസ്ലിങ്ങൾ കടന്നു ചെന്നപ്പോൾ മുസ്ലിങ്ങളല്ലാത്ത ഗോത്രവിഭാഗങ്ങൾ മുസ്ലിങ്ങളെ സഹായിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മുസ്ലിങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ മതം സ്വീകരിക്കുന്നില്ല, പക്ഷേ നിങ്ങൾ ഈ രാജ്യത്തിന് ആവശ്യമാണ്, ഈ നാട്ടിൽ നിങ്ങൾ ആവശ്യമുണ്ട്, നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുക്കണം, അധിനിവേശ ശക്തികളായിരുന്ന റോമിനെയും പേർഷ്യയും ഈ രാജ്യത്ത് നിന്ന് തുടച്ചു മാറ്റണം, അതിന് ഞങ്ങൾ ആയുധസജ്ജരായി നിങ്ങളോടൊപ്പം യുദ്ധത്തിലുണ്ട് എന്ന് പറയുകയും മുസ്ലിങ്ങൾക്ക് വേണ്ടി അവർ യുദ്ധത്തിൽ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അത്രമാത്രം ഇസ്ലാമിനെ മുസ്ലിങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടപ്പോൾ സമൂഹത്തിൽ അതിൻ്റെ സ്വാധീനമുണ്ടായിട്ടുണ്ട്. ഇന്ന് മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രയാസകരമായ ഘട്ടവും അത് തന്നെയാണ്. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളും മുസ്ലിങ്ങളുടെ ജീവിതവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്, സംഘർഷമാണ് ഇസ്ലാമിനെ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ മനസ്സിനെ ഒരു വേള അകറ്റിക്കളയുന്നത്. മറിച്ചായിരുന്നു എങ്കിൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ പ്രബോധനം ചെയ്യേണ്ട ആവശ്യം പോലും ഉണ്ടായിരിക്കില്ല. ഈ ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ പേരിലാണ്, മതത്തിൻ്റെ സന്ദേശമാണെന്ന് മനസ്സിലാകുന്നവർ അത് ഉൾക്കൊള്ളാൻ സന്നദ്ധമാകുമായിരുന്നു. ഇസ്ലാമിനോടുള്ള ശത്രുത ഇല്ലാതാവുകയും ഇസ്ലാമിനോട് രാജിയാകുവാൻ, ഇസ്ലാമിനോട് താല്പര്യമുണ്ടാകാൻ, ഇസ്ലാം രാജ്യത്ത് വേണ്ട മതമാണെന്ന് പറയാൻ ഈ ബഹുദൈവ വിശ്വാസികളും മുശ്രിക്കുകളും ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും സന്നദ്ധമാകുമായിരുന്നു. അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ സമൂഹത്തിൽ വളർത്തിയെടുക്കാൻ കഴിയണമെങ്കിൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഗുണപാഠം സ്വീകരിക്കുകയാണ്. വിശ്വാസികളുടെ ജീവിതം ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾക്കനുസൃതമായി രൂപപ്പെട്ടതായിരിക്കണം. അതിൻ്റെ പരിണിത ഫലമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിനുണ്ടായ ഈ പരിവർത്തനം. ആ പരിവർത്തനം ഏറ്റവും ഉന്നതമായ അവസ്ഥയിലാണ് താനും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്നുകൂടി നിങ്ങൾ ആലോചിക്കുക. പ്രവാചകനോടുള്ള സ്നേഹം, ഇസ്ലാമിനോടുള്ള സ്നേഹം, പ്രവാചകൻ്റെ നഗരിയോടുള്ള സ്നേഹം, അതാണ് തൻ്റെ മനസ്സിൽ ഏറ്റവും ശക്തമായ സ്നേഹമെന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനൊരു മതത്തോടുള്ള അത്യുന്നതമായ സ്നേഹം നേടിയെടുക്കാൻ വിശ്വാസികളായ നമുക്ക് കഴിയണം. മനസ്സ് അള്ളാഹുവിനോടും ദീനിനോടുമുള്ള സ്നേഹം ശക്തിപ്പെട്ടു വരുമ്പോൾ അതിനനുസരിച്ചുകൊണ്ട് മനസ്സിനും ജീവിതത്തിനും പരിവർത്തനമുണ്ടാകും. ചില ആളുകളുടെ മനസ്സിൽ
സൂര്യൻ്റെ പ്രകാശം പോലെ ഈമാനിൻ്റെ തെളിച്ചമുണ്ടായിരിക്കും. ചിലത് ചന്ദ്രനെ പോലെയായിരിക്കാം. അതിനേക്കാളും നേർത്തു വരുന്ന മനസ്സുകളുമുണ്ട്. അണയാൻ പോകുന്ന വിളക്ക് പോലെ അല്പാൽപമായി ശോഭിക്കുകയും പിന്നെ ഇരുട്ടായി തീരുകയും ചെയ്യുന്ന മനസ്സുകളുമുണ്ടാകാം. അവിടെ അത്യുന്നതമായ മനസ്സിൻ്റെ ഉടമകളാകുമ്പോഴാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ള ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെത്തുന്നത്. ആ മാനസികാവസ്ഥ നമുക്കുണ്ടാകണം. ആ മാനസികാവസ്ഥ നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ അഭിമാനബോധമുള്ളൊരു മനസ്സായി മാറും. ഞാനൊരു മുസ്ലിമായതിൽ എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നൊരവസ്ഥ. ഞാനൊരു മുസ്ലിമായിട്ടാണല്ലോ ജനിച്ചത്, മുസ്ലിമായിട്ടാണല്ലോ ജീവിക്കുന്നത്. ആ കാര്യത്തിൽ ആത്മാഭിമാനമുള്ളവരായി നമുക്ക് മാറാൻ കഴിയണം. മറ്റുള്ളവരെ മുമ്പിൽ നമുക്കൊരു അയ്ബ്, ഒരു കുറവ്, ഒരു മോശം എന്ന് തോന്നുന്ന ഒരവസ്ഥ ഒരിക്കലും നമ്മുടെ മനസ്സിന് വരാൻ പാടില്ല. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ കയ്യിലുള്ളത് വിലപ്പെട്ടതാണ്, നമ്മൾ എത്തിയിട്ടുള്ളത് സന്മാർഗത്തിലാണ്, നമുക്ക് എത്തിച്ചേരാനുള്ളത് സ്വർഗത്തിലേക്കാണ്. അത്രയും അത്യുന്നതമായൊരു മതം നമ്മുടെ കയ്യിൽ മാത്രമാണുള്ളത്. കല്ലും മരവും സർവത്തെയും പൂജിക്കുന്ന മതങ്ങളാണ് ലോകത്തുള്ള എല്ലാ മതങ്ങളും. ഇസ്ലാമല്ലാത്ത എല്ലാ മതങ്ങളും ശിർക്കുള്ള മതമാണ്. ഏകദൈവ വിശ്വാസമെന്ന് പറഞ്ഞാലും അദ്വൈത സിദ്ധാന്തമെന്ന് പറഞ്ഞാലും പദങ്ങളിലും സാങ്കേതിക പ്രയോഗങ്ങളിലും എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയാലും ഇസ്ലാം മാത്രമാണ് ഒരു ഭാഗത്ത്, ബാക്കിയുള്ള മുഴുവൻ മതങ്ങളും മറുഭാഗത്ത് നിൽക്കുകയാണ്. എല്ലാത്തിലും ശിർക്കുണ്ട്, ബഹുദൈവ ആരാധനയുണ്ട്. ഖബറിനെ ആരാധിക്കുന്നവരുണ്ട്, കല്ലിനെ ആരാധിക്കുന്നവരുണ്ട്, മ്ലേച്ഛമായ വസ്തു എന്ന് നാം പറയുന്ന വൃത്തികേടുകളെപ്പോലും ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. മനുഷ്യൻ എന്തെല്ലാം യോഗ്യതകൾ നേടിയാലും, എത്ര സർട്ടിഫിക്കറ്റുകൾ കൈവശമുള്ള വ്യക്തിയാണെങ്കിലും ശരി, ഇത്തരം ശിർക്ക് വിശ്വാസമുണ്ടോ ആ മനുഷ്യൻ അങ്ങേയറ്റം അധപ്പതിച്ച മനുഷ്യനാണ്. അധികാരമുണ്ടാകാം, ടെക്നോളജി ഉണ്ടാകാം, സ്വാധീനമുണ്ടാകാം, ബുദ്ധിപരമായ ഒരുപാട് വ്യായാമങ്ങൾ നടത്തിയിട്ടുണ്ടാകാം. എന്തെല്ലാം ഉണ്ടെങ്കിലും ശരി, ഏറ്റവും അധപ്പതിച്ച മനസ്സാണ് അയാളത്. ഖുർആൻ പറഞ്ഞല്ലോ, ഇന്നമൽ മുശ്രികൂന നജസുൻ, മുശ്രിക്കുകൾ നജസാണ്, മലിനമാണ്, അവരുടെ മനസ്സ് മ്ലേച്ഛമാണ്. കാരണം ആ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് ഇത്തരത്തിലുള്ള തെറ്റായ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളുമാണ്. സർവ്വതിനോടും പ്രാർത്ഥിക്കുന്നു, സർവ്വ സൃഷ്ടികളുടെ മുമ്പിലും സാഷ്ടാംഗം ചെയ്യുന്നു. ആ ശിർക്ക് വിശ്വാസമുള്ള അന്ധവിശ്വാസമുള്ള മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിക്കൊണ്ടേയിരിക്കും. സുശക്തമായ ഒരു അവലംബം അദ്ദേഹത്തിനില്ല. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ കയറി നടന്നുകൊണ്ടിരിക്കും. അമ്പലത്തിൽ പോയി അവിടെ കൊടുത്തു നേർച്ച വഴിപാട്, ജാറത്തിൽ പോയി അവിടെ നേർച്ച വഴിപാട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ക്രൈസ്തവരുടെ ഏതെങ്കിലും കേന്ദ്രമുണ്ടെങ്കിൽ അവിടെയും കൊടുത്തു നോക്കും. ജ്യോത്സ്യൻ്റെ അടുക്കിലേക്ക് പോകും, സാഹിറിൻ്റെ അടുക്കിലേക്ക് പോകും. അങ്ങനെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൻ്റെ അഭിവൃദ്ധിയും ഐശ്വര്യവും നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നിരന്തരമായി ഒന്നിന് പിറകെ മറ്റൊന്നിൻ്റെ പിന്നാലെ ഓടുന്ന അന്ധവിശ്വാസി ആരെങ്കിലും ഒന്ന് ശബ്ദമുണ്ടാക്കിയാൽ അപ്പോഴേക്കും അയാൾ പേടിച്ചു, ബേജാറായി പരിഭ്രമിച്ചു. പടച്ചോനെ ആരോ എന്തോ ചെയ്തിട്ടുണ്ട്, ദൈവകോപമുണ്ടാകും, അത് നിഗ്രഹിക്കണം, അതിനെന്ത് വഴിയുണ്ട്? ജ്യോത്സ്യന്മാരന്വേഷിക്കുന്നു, നടക്കുന്നു. ഇങ്ങനെയുള്ള നെട്ടോട്ടമാണ്. എത്ര അന്ധവിശ്വാസികൾ വളരെ കാലം അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടൊരു വീട് നിർമ്മിച്ചിട്ട് അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ആ വീട് വിറ്റുപോകുന്നു, അതല്ലെങ്കിൽ ആ വീട് പൊളിച്ചു മാറ്റുന്നു. ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും അയാൾ നഷ്ടപ്പെടുത്തുകയാണ്. കാരണം ഏതെങ്കിലും ഒരു ജ്യോത്സ്യനോ അതല്ലെങ്കിൽ സിദ്ധനോ പറഞ്ഞാൽ മതി, ഈ വീടിൻ്റെ അടുക്കള അപകടത്തിലാണ്, നിങ്ങളെ ഈ വീട്ടിൽ മരണം സംഭവിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന വിപത്ത് വരാൻ പോകുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലെ രോഗത്തിന് പരിഹാരമുണ്ടാക്കണമെങ്കിൽ ഈ കന്നിമൂലയിൽ നിന്ന് ഇത് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധവിശ്വാസികൾ തകർന്നു പോകും. ഇതാണ് അന്ധവിശ്വാസം മനുഷ്യനിൽ വരുത്തുന്ന വിനകൾ ചെറുതൊന്നുമല്ല. ആരോഗ്യം നഷ്ടപ്പെടുന്നു, പണം നഷ്ടപ്പെടുന്നു, മാനം നഷ്ടപ്പെടുന്നു, ജീവിതം മുഴുവൻ നഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട്. അങ്ങനെ ദുനിയാവിൽ അവനെല്ലാം നഷ്ടപ്പെടുന്നു.
പരലോകത്തോ തീർച്ചയായും നരകവും. അതേസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് തൗഹീദിൻ്റെ സന്ദേശം ശരിയായ രീതിയിൽ മനസ്സിലാക്കി വിശ്വസിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ ഉയരുകയാണ് അത്യുന്നതങ്ങളിലേക്ക്. മഹാനായ റബീ റളിയല്ലാഹു അൻഹു പേർഷ്യൻ ചക്രവർത്തിയുടെ മുന്നിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ച ഒരു സന്ദർഭമുണ്ട്. ചരിത്രം സുദീർഘമാണ്. അദ്ദേഹത്തെ പേർഷ്യൻ ചക്രവർത്തിയുടെ മുന്നിലേക്ക് വിളിച്ചു വരുത്തിയ സന്ദർഭമാണ്. പേർഷ്യൻ ചക്രവർത്തി ഇസ്ലാമിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ചെറിയ ഏറ്റുമുട്ടലുകൾ നടന്നു. അവസാനം സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ ഒരു സൈന്യത്തെ ഖലീഫ നിയോഗിച്ചു. ആ സൈന്യത്തിൻ്റെ ഒരു മെമ്പറാണ്, അതിലെ ഒരു പ്രവർത്തകരാണ് റബീ റളിയല്ലാഹു അൻഹു. ആ റബീ റളിയല്ലാഹു അൻഹു പേർഷ്യൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ യുദ്ധത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന റുസ്തം എന്ന് പറയുന്ന പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. എന്തിന്? മുസ്ലിങ്ങളെ ഒന്നും മനസ്സിലാക്കണം. റുസ്തമിന് എന്താണ് ഈ അറബികളെന്നൊന്ന് തിരിച്ചറിയണം. അതിനു വേണ്ടിയാണ് 36,000 ആളുകളുമായിട്ടാണ് മുസ്ലിങ്ങൾ വന്നത്. 2 ലക്ഷം സൈന്യത്തെയാണ് പേർഷ്യ ഒരുക്കി നിർത്തിയിട്ടുള്ളത്. അതിൽ മുസ്ലിങ്ങൾക്കില്ലാത്ത പരിചയമില്ലാത്ത ആനപ്പട വരെ ഉണ്ട് താനും. ഈ 2 ലക്ഷം വരുന്ന സൈന്യത്തോട് പോരാടാൻ വന്ന മുസ്ലിം സൈനിക ശക്തിയെ ഒന്ന് വിലയിരുത്തണമല്ലോ. അതിന് റുസ്തം വിളിച്ചു വരുത്തിയതാണ്. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വിട്ടത് റബീ റളിയല്ലാഹു അൻഹുവിനെയാണ്. റബീ സാധാരണ കീറിപ്പറഞ്ഞ അറബികളുടെ ആ വേഷത്തിൽ ഒരു വാളും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് കടന്നു വന്നത്. പരവതാനി വിരിച്ച് അലങ്കരിച്ചിട്ടുണ്ട്. റുസ്തം സ്വർണത്തിൻ്റെ കട്ടിലാണ് ഇരിക്കുന്നത്. പരിവാരങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ സമീപത്തുണ്ട്. അറബി കണ്ട് ഞെട്ടുവാൻ വേണ്ടി, പേടിക്കുവാൻ വേണ്ടി, സാമ്പത്തികമായ ഞങ്ങളുടെ കഴിവ് ഇത്രത്തോളമാണെന്ന് ധരിക്കുവാൻ വേണ്ടി അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ട് അവിടേക്കാണ് വിളിച്ചു വരുത്തിയത്. ഇദ്ദേഹം വന്ന് തൻ്റെ കുതിരയുമായി പരവതാനിയിലേക്ക് കയറി. ആളുകൾ പറഞ്ഞ് കയറാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു, എന്നെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്, ഞാൻ തിരിച്ചു പോകണോ എന്ന് ചോദിച്ചു. അപ്പോൾ റുസ്തം പറഞ്ഞു, പോരാൻ പറയുന്നു. അങ്ങനെ പരവതാനിയിലേക്ക് കുറച്ച് മുന്നിട്ട് വന്ന് എന്നിട്ട് തൻ്റെ ഒട്ടകത്തോടെ കുതിരയെ നിർത്തി ഒരു തലയണയിൽ ആ കുതിരയെ കെട്ടിയിട്ടു. അദ്ദേഹം വന്നു നേരെ വന്നിട്ട് റുസ്തമിൻ്റെ കട്ടിലിരുന്നു. കട്ടിലിരിക്കാൻ ആർക്കും അവകാശമില്ല. അത് പ്രധാനമന്ത്രിക്ക് മാത്രമുള്ളതാണ്. മറ്റുള്ള മന്ത്രിമാരെല്ലാം ഓച്ചാനിച്ച് ചുറ്റുഭാഗത്തിരിക്കുന്നു. ഇദ്ദേഹം വന്നിട്ട് നേരെ കട്ടിലായിരുന്നത്. ആർക്കും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ, വിളിച്ചു വരുത്തിയ അതിഥിയല്ലേ. ഇരുന്ന ശേഷം റുസ്തമുമായിട്ടുള്ള സംഭാഷണത്തിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മല്ലദീ ജാഅബിക്കും, എന്താ നിങ്ങളുടെ സന്ദേശം? എന്തുമായിട്ടാണ് നിങ്ങൾ വന്നത്? മഹാനായ റുസ്തമിൻ്റെ മുമ്പിൽ, നേതാവിൻ്റെ മുമ്പിൽ മഹാനായ റബീ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നല്ലാഹ ബതഅസനാ ലിനുഖ്രിജ മൻ ശാഅ മിൻ ഇബാദത്തിൽ ഇബാദ് ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. അല്ലാഹു ഞങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് സൃഷ്ടികൾക്ക് ഇബാദത്തെടുക്കുന്ന അവസ്ഥ, അതിൽ നിന്ന് റബ്ബുൽ ഇബാദ്, സർവ സൃഷ്ടികളുടെയും അടിമകളുടെയും റബ്ബായ അള്ളാഹുവിനെ ആരാധിക്കണം, അതിലേക്ക് ജനങ്ങളെ മോചിപ്പിക്കുവാനാവുന്നത്. ഞങ്ങൾ വിമോചന പ്രസ്ഥാനമാണ്. ഇവിടെ മനുഷ്യന്മാരെ റബ്ബുകളായി കാണുകയാണ്. അതാണ് അവിടെ കണ്ടത്. റുസ്തമിൻ്റെ മുമ്പിൽ തലകുനിക്കണം, സാഷ്ടാംഗം ചെയ്യണം, സുജൂദ് ചെയ്യണം. അങ്ങനെയാണ് റുസ്തമിനെ ബഹുമാനിക്കുന്നത്. അത് കണ്ടുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ സൃഷ്ടികളിൽ ഒരാളുടെ മുമ്പിലും തലകുനിക്കില്ല, അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ലോക ജനതയെ സൃഷ്ടികൾക്ക് ആരാധിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിച്ച് സർവ സൃഷ്ടികളുടെയും റബ്ബിലേക്ക്, അവനെ ആരാധിക്കുന്നതിനെ മോചിപ്പിക്കാനാണ് വന്നത്. ഈ ദുനിയാവിൻ്റെ സങ്കുചിതത്വങ്ങളിൽ നിന്ന് ഈ ദുനിയാവിൻ്റെ വിശാലതയിലേക്ക് മോചിപ്പിക്കാനാണ്. ഈ ലോകം നിങ്ങൾ സങ്കുചിതമാക്കിയിട്ടുണ്ട്, എല്ലാ അർത്ഥത്തിലും സങ്കുചിതമാണ്. അന്ധവിശ്വാസങ്ങളും നിയമങ്ങളും ഭരണാധികാരികളുടെ സ്വേച്ഛാധിപത്യങ്ങളും കൊണ്ട് ഇവിടെ രാജ്യത്ത് അങ്ങേയറ്റം പ്രയാസകരമായ അവസ്ഥയാണുള്ളത്. അതിൽ നിന്ന് ജനങ്ങളെ വിശാലതയിലേക്ക് കൊണ്ടുപോകാനാണ്. ഒമിൻ ജൗരിൽ അദിയാനി ഇലാ അദ്ലിൽ ഇസ്ലാം, മതങ്ങൾ ചെയ്തിട്ടുള്ള അക്രമത്തിൽ നിന്ന് ഇസ്ലാമിൻ്റെ നീതിയിലേക്ക് ജനങ്ങളെ നയിക്കാനാണ് ഞങ്ങൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. മതങ്ങൾ ജനങ്ങളെ കൂച്ചുവിലങ്ങിലിട്ടിട്ടുണ്ട്. പുരോഹിതന്മാരും
അവരെ പോലെയുള്ള സിദ്ധന്മാരുമെല്ലാം ജനങ്ങളെ വളരെയധികം പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് മോചനമാണ് പൗരോഹിത്യത്തിൻ്റെ ചങ്ങലകളിൽ നിന്നുള്ള മോചനം, പുരോഹിതന്മാരുടെ ചൂഷണത്തിൽ നിന്നുള്ള മോചനം. എല്ലാത്തരം ചൂഷണങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് നീതിയുള്ള ഇസ്ലാമിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ആ ദീനുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്കും വന്നത്. നിങ്ങളെയും അതിലേക്കാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത്. ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിച്ചാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് സന്തുഷ്ടരായിരിക്കും, ഞങ്ങൾ തിരിച്ചു പോകും. ഇത് സമ്മതിക്കുന്നില്ല എങ്കിൽ നിങ്ങളോട് ഞങ്ങൾ യുദ്ധം ചെയ്യും. ഞങ്ങൾക്ക് അള്ളാഹു വാഗ്ദത്തം ചെയ്തിട്ടുള്ളൊന്നുണ്ട്, അവിടെ എത്തുവോളം ഞങ്ങൾ യുദ്ധം ചെയ്യും. അപ്പോൾ റുസ്തം ചോദിച്ചു, എന്താണ് അള്ളാഹുവിൻ്റെ വാഗ്ദത്തം? അൽ ജന്നത്തു ലിമൻ മാത, നിങ്ങളുമായി ഈ സത്യസന്ദേശത്തെ എതിർക്കുന്ന ആളുകളുമായി യുദ്ധം ചെയ്താൽ സ്വർഗമാണ് ഞങ്ങൾക്ക് വാഗ്ദത്തം. അതല്ല എങ്കിൽ തിരിച്ചു പോകുന്ന ആളുകൾ വിജയം കൈവരിച്ചുകൊണ്ട് തിരിച്ചു പോകലാണ് ഞങ്ങൾക്കുള്ള വാഗ്ദത്തം. അതാകുന്നവരെയും ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കും. ഇത് കഴിഞ്ഞ് റുസ്തമിൻ്റെ അടുക്കലിൽ നിന്ന് റുസ്തം ചോദിച്ചു, ഒരു സാവകാശം തരുമോ എന്ന്. 3 ദിനമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവാചകൻ അനുവദിച്ചിട്ടുള്ളത്. ആ 3 ദിനം കൊണ്ട് താങ്കൾക്ക് തീരുമാനമെടുക്കാം. അതും 3 കാര്യങ്ങളാണ് ഞങ്ങൾക്ക് തീരുമാനിക്കാനുള്ളത്. ഞങ്ങൾ ഈ പറഞ്ഞ സത്യം സ്വീകരിച്ചാൽ നമ്മൾ സഹോദരങ്ങളാണ്. ഇസ്ലാമിക രാജ്യത്തിന് നികുതി നൽകിക്കൊണ്ട് രാജ്യത്തിൻ്റെ പൗരന്മാരായി ജീവിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ എങ്കിൽ നിങ്ങൾക്കത് സ്വീകരിക്കാം. ഇത് രണ്ടും നിങ്ങൾ ചെയ്യില്ല, മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്തേ അടങ്ങുകയുള്ളൂ, ഇനി യുദ്ധം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയുള്ളൂവെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്തേ അവസാനിപ്പിക്കുകയുള്ളൂ. ഇതാണ് ഞങ്ങൾക്ക് 3 കാര്യങ്ങൾ പറയാനുള്ളത്. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോന്നു. തിരിച്ചു പോരുമ്പോൾ ചോദിച്ചു, താങ്കൾ ആരാണ് ഈ സൈന്യത്തിൽ? താങ്കളാണോ ഈ സൈന്യത്തിൻ്റെ നേതാവ്? ഞാൻ നേതാവല്ല, ഞാനതിലെ സാധാ ഒരു പ്രവർത്തകൻ മാത്രമാണ്. തിരിച്ചു പോകുന്ന സമയത്ത് റുസ്തം പരിസരത്തുള്ള ആളുകളോട് സംസാരിക്കുകയാണ്, ഇദ്ദേഹം നേതാവ് കൂടിയല്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ എന്ന്. ആളുകൾ ചോദിച്ചു, ഈ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച അറബിയെ കണ്ടിട്ട് അങ്ങയുടെ മതം കൈയൊടിക്കാനാണ്, അങ്ങ് ഇത്ര ഭീരുവാവുകയാണോ? റുസ്തം പറഞ്ഞു, വസ്ത്രമല്ല നിങ്ങൾ നോക്കേണ്ടത്, അയാളുടെ ശരീരമല്ല നിങ്ങൾ നോക്കേണ്ടത്, അയാൾ നേതാവാണോ അല്ലയോ എന്നല്ല നോക്കേണ്ടത്, അയാളെ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഓരോ വാക്കുകളും കടഞ്ഞെടുത്ത കൃത്യമായ പദങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. താങ്കൾ നേതാവാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ, ഞങ്ങൾ മുസ്ലിങ്ങൾ ഒരു ശരീരത്തിലെ അവയവങ്ങൾ പോലെ ഒന്നാണെന്ന് പറഞ്ഞില്ലേ? അത്രയും ഐക്യമുള്ള സ്നേഹമുള്ള ഒരു വലിയൊരു ആദർശത്തിൻ്റെ ആളുകളാണവർ. അതുകൊണ്ട് അവർ അതിജയിക്കാൻ കുറച്ച് പ്രയാസമുണ്ടായിരിക്കുമെന്ന് റുസ്തം പറഞ്ഞു. പക്ഷേ മന്ത്രിമാർ, നേതാക്കന്മാർ അനുകൂലിച്ചില്ല. യുദ്ധം നടന്നു. യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചു. അതിൻ്റെ അനന്തരഫലം പേർഷ്യൻ സാമ്രാജ്യം എന്ന ശക്തി ഭൂപടത്തിൽ ഇല്ലാതെയായി. അങ്ങനെയൊന്നും ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന അവസ്ഥ ഇല്ലാതെയായി. അതാണ് സംഭവിച്ചത്. ഇപ്പം ഞാൻ സൂചിപ്പിച്ചത്, ഇസ്ലാം എന്ന് പറയുന്ന ആ മതം മനുഷ്യ സമൂഹത്തിന് നൽകുന്ന സന്ദേശമാണ്. മനുഷ്യനെ നയിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്കാണ്, നന്മയിലേക്കാണ്, നീതിയിലേക്കാണ്, സാഹോദര്യത്തിലേക്കാണ്. ഇതാണ് മഹത്തായ ഒരു സന്ദേശം. ആ മഹത്വപൂർണമായ ഒരു ആദർശമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത്ര അന്തസ്സുള്ള, ഇത്ര കൃത്യതയുള്ള, ഇത്ര സൂക്ഷ്മതയുള്ള, ഇത്ര യുക്തിഭദ്രവും മനുഷ്യന് പ്രായോഗികമാക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സന്ദേശം ലോകത്ത് ഒരു മതവിഭാഗത്തിൻ്റെ കയ്യിലുമില്ല. എല്ലാവരുടെ കയ്യിലുമുള്ളത് ശിർക്ക് കലർന്നതാണ്. എല്ലാത്തിലും പൗരോഹിത്യത്തിൻ്റെയും ചൂഷണത്തിൻ്റെതുമുണ്ട്, സന്യാസത്തിൻ്റെയും മനുഷ്യനെ പ്രാവർത്തികമാക്കാൻ കഴിയാത്തതുമാണുള്ളത്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഏകമതമായി മികച്ചു നിൽക്കുന്നത് ഇസ്ലാം മാത്രമാണ്. നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ ഖുർആൻ ലോകത്തൊരു മതവിഭാഗത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിലുള്ളത്. ആർക്കെങ്കിലും അവകാശപ്പെടാൻ കഴിയുമോ കുറ്റമറ്റൊരു വേദഗ്രന്ഥം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന്, കൈകടത്തലിന് വിധേയമല്ലാത്ത വേദഗ്രന്ഥമുണ്ട് എന്ന്? ഇന്നുള്ളൊരു മതവിഭാഗത്തിനും അവകാശമില്ല, ആരും അവകാശപ്പെടുന്നുമില്ല.
വിശുദ്ധ ഖുർആൻ ശാസ്ത്ര ഗ്രന്ഥമല്ല. ഖുർആൻ ഒരുപാട് ശാസ്ത്രീയ കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ശാസ്ത്രീയ കാര്യം അബദ്ധമാണ് എന്ന് ഇക്കാലം അത്രയും തെളിയിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. ശാസ്ത്രീയമായ പുതിയ കണ്ടുപിടുത്തങ്ങൾ ആവർത്തിക്കപ്പെട്ടു വരുമ്പോൾ ഖുർആൻ പറഞ്ഞിട്ടുള്ളതിൻ്റെ യാഥാർത്ഥ്യം വിശദീകരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഖുർആനിൻ്റെ മാത്രം സവിശേഷതയാണ്. മറ്റ് മതഗ്രന്ഥങ്ങളെല്ലാം ആ മേഖലയിൽ പരാജയപ്പെട്ട കഥകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അള്ളാഹുവിൻ്റെ റസൂല് ചരിത്ര പുരുഷനാണ്. ചരിത്രത്തിൻ്റെ തെളിഞ്ഞ താളുകളിലാണ് പ്രവാചകൻ ജീവിച്ചിട്ടുള്ളത്. ലോകത്ത് ഏതെങ്കിലും ഒരു മഹാവ്യക്തിയുടെ ജീവചരിത്രം പ്രവാചകന്റെ ചരിത്രം പോലെ രേഖപ്പെടുത്തിയതായി തെളിഞ്ഞ ചരിത്ര പുരുഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന അവസ്ഥയിൽ ഒരു മത നേതാവിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂല് മാത്രമാണുള്ളത്. അതുകൊണ്ടാണ് മിഖായേൽ ലജ്ഹാർട്ട് ലോകത്തെ 100 മനുഷ്യന്മാരെക്കുറിച്ച് രേഖപ്പെടുത്തിയപ്പോൾ 1-ാം സ്ഥാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ളത്. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ചരിത്രമാണ് പ്രവാചകൻ്റേത്. ആ ചരിത്രത്തിൽ എവിടെയെങ്കിലും മാന്യതക്കോ അന്തസ്സിനോ നിരക്കാത്ത രീതിയിലുള്ള ഏതെങ്കിലും ഒരു സംഭവം, കറപുരണ്ട ഏതെങ്കിലും ഒരു സന്ദേശം പ്രവാചകന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. അതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമുള്ളത്. ആ പ്രവാചകനാണ് നമ്മുടെ നേതാവ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വേദഗ്രന്ഥം അതുല്യമായ കലാതിർത്തികളില്ലാതെ അതിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേദഗ്രന്ഥമാണ്. നാം സ്വീകരിച്ച നമ്മുടെ നേതാവ് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത എക്കാലത്തുമുള്ള സമൂഹത്തിൻ്റെ മാതൃകയുള്ള നേതാവാണ് നമ്മുടേത്. നമുക്ക് എന്താണ് കുറവുള്ളത്? അതുകൊണ്ട് തന്നെ ഏത് മനുഷ്യൻ്റെ മുമ്പിലും, ഇസ്ലാമിൻ്റെ വിമർശകനായി നടക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ പോലും നട്ടെല്ലോടുകൂടെ ഈ ഖുർആനും പ്രവാചകനെയും മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിനെ നമുക്ക് പറയാൻ കഴിയും. അത്രയും അന്തസ്സുള്ള അമൂല്യമായ ഒരു ശേഖരമാണ്, അവലംബമാണ് മുസ്ലിങ്ങളായ നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ അർത്ഥത്തിലും അന്തസ്സോടുകൂടെ ആത്മാഭിമാനത്തോടുകൂടെ സമൂഹത്തിനു മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ നമുക്ക് സംഭവിച്ച കുറവ് ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിലില്ല എന്നതാണ്. ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അതില്ല. നമ്മുടെ വാക്കുകളിലില്ല, പ്രവർത്തികളിലില്ല, സാമ്പത്തിക ഇടപാടുകളിലില്ല, അയൽവക്ക ബന്ധങ്ങളിലില്ല, സാമൂഹികമായ കാര്യങ്ങളിലില്ല, സാംസ്കാരിക മേഖലകളിലില്ല, രാഷ്ട്രീയ തലങ്ങളിലും പലപ്പോഴുമില്ല. ഇത്തരത്തിലുള്ള ഇല്ലായ്മയുടെ ഒരു നീണ്ട പട്ടിക മുസ്ലിം സമൂഹത്തിൻ്റെ ഇക്കാലഘട്ടത്തിലെ ചരിത്രത്തിലുണ്ട്. അവിടെയാണ് നമുക്ക് കുറവ് സംഭവിച്ചിട്ടുള്ളത്. അതുകൂടി നാം പൂർത്തിയാക്കാൻ ശ്രമം നടത്തുകയാണെങ്കിൽ, ദീനിനെ സ്നേഹിക്കുകയും അല്ലാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുകയും വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ഈ മതത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നമ്മൾ സന്നദ്ധരുമാണെങ്കിൽ ഈ മതത്തെ അതിജയിക്കുവാനോ വിമർശിക്കുവാനോ ഈ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. ഖുർആനിനെ വിമർശിക്കാൻ കഴിയാത്തവർ, പ്രവാചകനെ വിമർശിക്കാൻ കഴിയാത്തവർ പലപ്പോഴും ചെയ്യുന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിലുള്ള ചില ജീർണതകൾ അന്വേഷിച്ച് കണ്ടെത്തി അവ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കാനാണ് പലപ്പോഴും ശ്രമിക്കാറുള്ളത്. എല്ലാ സമൂഹങ്ങളിലും ചില ജീർണതകളുള്ളതുപോലെ മുസ്ലിം സമൂഹത്തിലുമുണ്ട്. അവ തേടിപ്പിടിച്ചുകൊണ്ട് വിമർശിക്കുകയാണ് പലപ്പോഴും ചെയ്തു വരുന്നത്. അതാണ് ഇവിടെയാണ് നമ്മൾ കുറേ കൂടി ഉയർന്ന് ചിന്തിക്കേണ്ടതുള്ളത്. ഈമാനിൻ്റെ ഉന്നതമായ വിധാനത്തിലേക്ക്, സൂര്യപ്രകാശം പോലെ തിളക്കമുള്ള ആ പ്രകാശത്തിലേക്ക് ഉയർന്നു വരാൻ നമുക്ക് കഴിയണം. ഈമാൻ വർദ്ധിപ്പിക്കുവാൻ നമ്മൾ കഴിയണം. ആ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. റമദാനിൽ നമ്മുടെ ഈമാൻ വർദ്ധിച്ചിട്ടുണ്ട്. ഒരുപാട് നമ്മുടെ ഈമാൻ ഉയർന്നു വന്നിട്ടുണ്ട്. തിന്മകൾക്കെല്ലാം പടച്ചവനോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. ബന്ധങ്ങളെല്ലാം നന്നാക്കിയിട്ടുണ്ട്. പണമെല്ലാം നാം സക്കാത്ത് നൽകിയും സദക്ക കൊടുത്തും മറ്റുമൊക്കെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും കഴിയുന്നിടത്തോളം നമ്മൾ ശുദ്ധീകരിത്തിയിട്ടുണ്ട്. ആത്മീയമായി മാനസികമായി വളരെ വിശുദ്ധമായൊരു വിധാനത്തിലേക്ക് നാം ഉയർന്നിട്ടുണ്ട്. ആ ഉയർന്ന നിലവാരം, ആ ഒരു നല്ല മാറ്റുള്ള ആ മാറ്റം അത് നിലനിർത്തുവാൻ നമുക്ക് കഴിയണം. അതിന് കാലങ്ങളോളമായി സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിൽ നിന്ന് വരുന്ന വ്യതിയാനങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഖാദിസിയയിലേക്ക് പുറപ്പെട്ടിരുന്ന സൈന്യത്ത് പറഞ്ഞ 3 ഉപദേശങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ കയ്യിലുള്ള ആയുധങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? അറബികളെ സംബന്ധിച്ചിടത്തോളം കുതിരപ്പടയാണ്, വാളാണ്. അദ്ദേഹം പറഞ്ഞു, അല്ല, ഏറ്റവും ശ്രേഷ്ഠമായ ആയുധം തഖ്വയാണ്, അള്ളാഹുവിനോടുള്ള ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ആയുധം. അതിനേക്കാൾ മൂർച്ചയുള്ള ഒരായുധവും നിങ്ങളുടെ കയ്യിലുണ്ടാവരുത്. നിങ്ങൾ ശത്രു വിഭാഗത്തെ രാത്രി ഉറക്കഴിഞ്ഞുകൊണ്ട് കാത്തിരിക്കണം. അവർ നിങ്ങളെ അപ്രതീക്ഷിതമായി കടന്നാക്രമിക്കാതിരിക്കാൻ കാത്തിരിക്കണമല്ലോ. എന്നാൽ അതിനേക്കാളേറെ നിങ്ങൾ ജാഗ്രത പുലർത്തേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതെന്താണ്? നിങ്ങളിലേക്ക് പാപം കയറി വരുന്നത്. പാപങ്ങൾ നിങ്ങൾക്കിടയിലേക്ക് കയറി വരുന്നത് നിങ്ങൾ ഉറക്കൊഴിഞ്ഞ് കാത്തിരിക്കണം. പാപം നിങ്ങൾക്കിടയിലേക്ക് കയറി വന്നാൽ നിങ്ങളും അവരും തുല്യരാണ്. അവർ പാപികളും നിങ്ങൾ നന്മയുള്ളവരുമാകുമ്പോഴേ നിങ്ങൾക്ക് വിജയിക്കുള്ളൂ. എണ്ണം അവരാണ് കൂടുതൽ, സജ്ജീകരണം കൂടുതൽ അവർക്കാണ്, സമ്പത്ത് കൂടുതൽ അവർക്കാണ്, ശക്തി അവർക്കാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പാപങ്ങളുള്ളവരായി കഴിഞ്ഞാൽ നിങ്ങളും അവരും തുല്യരാണ്. അങ്ങനെ വരുമ്പോൾ ആയുധശക്തിയുള്ളവർ ഭൗതിക ശക്തിയുള്ളവരാണ് വിജയിക്കുക. അപ്പം നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ പാപത്തിനെതിരിൽ നിങ്ങൾ പാറാവ് നിൽക്കണം. അതാണ് രണ്ടാമത്തെ ഉപദേശം. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞത്, ശത്രുവിനെതിരെ പടച്ചവനെ സഹായിക്കണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിനേക്കാൾ ഏറെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ സ്വന്തം ദേഹേച്ഛയ്ക്ക് നിങ്ങൾ വിധേയമായി പോകാതിരിക്കുവാൻ, സ്വന്തം ദേഹേച്ഛയെ, തന്നിഷ്ടങ്ങളെ ചെറുത്തു നിൽക്കാൻ. തിന്മയിലേക്ക് മനുഷ്യനെ ദേഹേച്ഛ ക്ഷണിച്ചുകൊണ്ടിരിക്കും, പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അതിനെതിരെ ജിഹാദ് നടത്തുവാൻ അള്ളാഹുവേ നീ സഹായിക്കണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ 3 കാര്യങ്ങളാണ് സൈന്യത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള ഉപദേശം. ഇത് 3 നിങ്ങൾക്കുണ്ടോ, അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാകും. പടച്ചവൻ അവൻ്റെ ദീനിനെ നിങ്ങളിലൂടെ വിജയത്തിലേക്ക് എത്തിക്കും. ഈ ഉപദേശം ഇക്കാലത്ത് മുസ്ലിങ്ങൾ ഓർത്തിരിക്കേണ്ട സംഗതികളാണ്. നമ്മളെല്ലാം വളരെ ജാഗ്രതയോടെ ശ്രദ്ധാപൂർവം പാലിക്കേണ്ട സംഗതികളാണ്. ലോകം മുഴുവൻ ശത്രുക്കളെ കയ്യിലാണെന്നൊക്കെ പലരും പറയാറുണ്ട്. അങ്ങനെയൊന്നല്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ ശത്രുക്കളുടെ വലയമാണ്, യഹൂദന്മാരുടെ ലോകമാണ്, അവരാണ് ലോകം ചലിപ്പിക്കുന്നതൊക്കെ പറയുമ്പോൾ നമ്മൾ മാനസികമായി തകരുകയല്ല, ക്ഷീണിക്കുകയല്ല ചെയ്യേണ്ടത്, ചികിത്സിക്കുകയാണ് വേണ്ടത്. ആ ചികിത്സയാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ കാര്യങ്ങൾ. ആ ഒരു ചികിത്സ ചെയ്യാൻ നമ്മൾ സന്നദ്ധരാണെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖും സഹായവും നമുക്കുണ്ടാകും. ഉണ്ടായിട്ടുണ്ട്. ബദറിലുണ്ടായില്ലേ? സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിൽ ലോകത്തെ കുരിശി ലോകത്തിനെതിരെയുള്ള യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടായില്ലേ? എത്ര തവണ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് ആ സഹായങ്ങൾ. ആൾബലം കൊണ്ട്, സൈനിക ശക്തി കൊണ്ട്, സാമ്പത്തിക ശേഷി കൊണ്ട്, സാങ്കേതിക വിദ്യ കൊണ്ട് മുസ്ലിങ്ങളെക്കാൾ എത്രയോ മികച്ചു നിൽക്കുന്ന ശത്രുജനവിഭാഗങ്ങളെ ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിലും മുസ്ലിങ്ങൾ അതിജയിച്ചിട്ടുണ്ട്. കുറഞ്ഞ ആയുധവും കുറഞ്ഞ ആളുകളും കുറഞ്ഞ സമ്പത്തിൻ്റെയും ശക്തി കൊണ്ട്. പക്ഷേ അതായിരുന്നില്ല അവരുടെ ശക്തി. അവരുടെ ശക്തി ദീനായിരുന്നു, ഈമാനായിരുന്നു, പാപങ്ങൾക്കെതിരെയുള്ള ജാഗ്രതയായിരുന്നു, സൂക്ഷ്മതയുള്ള ജീവിതമായിരുന്നു. അതിലൂടെ റബ്ബ് നൽകിയിട്ടുള്ള സഹായമായിരുന്നു. ആ ശക്തി കൊണ്ടാണ് മുസ്ലിങ്ങൾ വിജയിച്ചിട്ടുള്ളത്. വിജയം ഇനിയും ആവർത്തിക്കപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഒരു സമൂഹം സ്വന്തം മാറ്റങ്ങൾ വരുത്താത്ത കാലത്തോളം അള്ളാഹു മാറ്റം വരുത്തുകയില്ല. പടച്ചവനിൽ നിന്ന് നമുക്ക് പതിത്തമില്ലാതെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നമ്മളതിന് ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. ആ സന്നദ്ധത നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോഴാണ് പടച്ചവൻ്റെ ഭാഗത്തുനിന്നുള്ള സഹായം ലഭിക്കുക. അതാണ് റബ്ബ് സ്വീകരിച്ചിട്ടുള്ള നിലപാട്. അങ്ങനൊരു നല്ല മാറ്റം ജീവിതത്തിൽ ഉണ്ടാക്കാനും നേടിയെടുത്ത നല്ല മാറ്റങ്ങൾ നിലനിർത്തുവാനും നമുക്ക് സാധിക്കണം. അതിനുള്ള ശ്രമം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു തആല റമദാനിലൂടെ നാം നേടിയെടുത്തിട്ടുള്ള എല്ലാ നന്മകളും നിലനിർത്തുവാനും കൂടുതൽ നന്മകൾ ചെയ്ത് മുന്നേറുവാനും നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും പാപങ്ങളും അള്ളാഹു പൊറുക്കുകയും മാപ്പാക്കുകയും ചെയ്യുമാറാകട്ടെ. മരിക്കുമ്പോൾ ഈമാനോടുകൂടെ
ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് മരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെയും അള്ളാഹുവിൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മാതാപിതാക്കൾ, കുടുംബാദികൾ, സുഹൃത്തുക്കൾ, അതേപോലെ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുള്ള ചില വ്യക്തികൾ എല്ലാവരും ഖബർ ജീവിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകളുടെ കുടുംബാദികൾക്ക്, ബന്ധുക്കൾക്ക് സമാധാനവും നല്ല പരിഹാരവും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെട്ട ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല വലിയ മാരകമായ രോഗങ്ങൾ കൊണ്ടുള്ള പരീക്ഷണം ആർക്കും തന്നെ നൽകുകയും പരീക്ഷിക്കുകയും ചെയ്യാതിരിക്കുമാറാകട്ടെ. അത്തരം രോഗത്തിൽ പെട്ടുപോയ ആളുകൾക്ക് സമാധാനവും ആശ്വാസവും രോഗത്തിൻ്റെ ശമനവും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യത്തോടെയുള്ളൊരു ജീവിതമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. ആഫിയത്താണ് ഏറ്റവും വലിയ സമ്പത്ത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരോഗ്യമുള്ളൊരു ജീവിതം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.